ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ കൂട്ടുകാർ ദുബായിൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടുകാർ നമുക്ക് ഒരു ഗിഫ്റ്റ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി, ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. അപ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ പോണത്. നമുക്ക് പിന്നെ ഞാനിപ്പോൾ അത് എടുത്തേ ഉള്ളൂ. അപ്പോൾ ഒന്ന് നമുക്കൊരു ഒഴിഞ്ഞ സ്ഥലത്ത് പോയിട്ട് അതെന്താണെന്നൊക്കെ ഒന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോഴേ ഇതാണ് നമ്മുടെ സാധനം, ഗോപ്രോ ഹീറോ 8. അതായത് ഒരു വ്ളോഗ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഏതൊരാളും സ്വപ്നം കാണുന്ന ഒരു ക്യാമറയാണ് ഈ ആക്ഷൻ ക്യാമറ ഗോപ്രോ ഹീറോ 8. ഇത് ലേറ്റസ്റ്റ് ആണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ഹീറോ 9 വന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും നമുക്കിതൊക്കെ ധാരാളം. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നോക്കാം. നമുക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല. എന്തായാലും നമുക്കിതൊന്ന് നോക്കാം. ഭയങ്കര സന്തോഷമായിട്ടോ, കാരണം നമ്മൾ ഇതൊക്കെ വാങ്ങാൻ പറ്റുമെന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം അത് നമുക്ക് പ്രസന്റ് ഗിഫ്റ്റായിട്ട് സമ്മാനമായിട്ട് തന്നപ്പോണ്ടല്ലോ, ഭയങ്കര സന്തോഷമായി. നമുക്കിതൊന്ന് പൊളിച്ച് നോക്കാം. ഓക്കെ, അതല്ലാതെ കുറച്ച് ആക്സസറീസ് ഒക്കെ ഉണ്ട്, നമുക്ക് ഓരോന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ക്യാമറ നോക്കാം. ഇതാണ് നമ്മുടെ ഗോപ്രോ ഹീറോ 8 ബ്ലാക്ക് എന്നൊരു ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സാധനം കേട്ടോ, ഗോപ്രോ ഹീറോ 8. ഇതിന് 2 മൗണ്ട് ഉണ്ട്. അത് നല്ല മെറ്റലാട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട് സാധനം. ലെൻസ് ഇതിൻ്റെ പിന്നെ പവർ ഓൺ ചെയ്യണൊക്കെ ഇവിടെ. ഇതിൽ ബാറ്ററി ഒന്നും ഇട്ടിട്ടുണ്ടാവില്ല. ഇതിൽ ബാറ്ററി ഉണ്ട്, ബാറ്ററി ഇടാം. പിന്നെ ഒരു സി പോർട്ട് ഉണ്ട്, ചാർജിങ് പോയിൻ്റ് ആയിരിക്കും. പിന്നെ ഒരു SD കാർഡിൻ്റെ ഒരു സ്ലോട്ട് ഉണ്ട്, ബാറ്ററിയും. ഇത്രയും 3 സാധനം ഇതിൻ്റെ അകത്ത് വരും. പിന്നെ ശരി, ബാക്കി ഇതിൻ്റെ എന്താണെന്നൊക്കെ നോക്കാം. ഇതൊരു മൗണ്ടാണ്. ഈ മൗണ്ട് നമുക്ക് ഇതിന്ന് ഊരിയെടുക്കാം. ഇത് ഹെൽമെറ്റിലൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. നമുക്ക് ഇതിന്ന് ഓക്കെ കണ്ടോ, ഇത് മൗണ്ട്. ഇത് വെറുതെ അതിനുള്ളിൽ സാധനം. ഇതിൻ്റെ അകത്ത് ഇതൊരു പിന്നെ ഹെൽമെറ്റ് മൗണ്ടാണ്, ചിൻ മൗണ്ട്. നമ്മൾ ഹെൽമെറ്റിൽ ഗോപ്രോ പിന്നെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് ഇതിലാണ്. ഇത് നമ്മൾ ആ ഹെൽമെറ്റിൽ വന്നിട്ട് ഒട്ടിക്കണം. പിന്നെ ബാറ്ററി ഇതാണ്ടോ, അതിൻ്റെ ബാറ്ററി. ഇത് ചാർജ് വയർ മാത്രമേ ഉള്ളൂ, ചാർജർ ഉണ്ടാവില്ല. ഇത് USB C പോർട്ട്. ഇത് ചാർജറാണ്. ഇത് പിന്നെ ഇത് നമ്മൾ സാധാ ചാർജറിൽ കുത്തിയിട്ട് ചെയ്യേണ്ടതായിരിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ചാർജർ സെപ്പറേറ്റ് ആയിട്ട് അഡാപ്റ്റർ ആയിട്ടൊന്നും ഇല്ല കേട്ടോ. ഇത് ബാറ്ററി. ഇത് നമുക്ക് അതിൻ്റെ അകത്തൊന്ന് ഇട്ട് നോക്കാം. ബാറ്ററി കാണിക്കാം. ബാറ്ററി ഇതാണ് കേട്ടോ, ബാറ്ററി. അപ്പോൾ ഇതാണ് സംഭവം. നമ്മൾ ബാറ്ററി അതിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഓൺ ചെയ്ത് നോക്കാം. അപ്പം നമ്മളിത് ഓൺ ചെയ്തിട്ടുണ്ട്. ഓൺ ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ ഇത് കാണാം. പക്ഷെ നമ്മൾ SD കാർഡൊന്നും ഇൻസേർട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് വേറെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും ഇപ്പോൾ നമുക്ക് അറിയില്ല. ഇതിൽ ടൈം സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഗോപ്രോൻ്റെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ വെച്ച് വേണം നമ്മളിത് കൺട്രോൾ ചെയ്യാൻ. അപ്പോൾ അതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. പിന്നെ ബാറ്ററി 3% ബാറ്ററി ഉള്ളൂ കേട്ടോ. അത് ബാറ്ററി ചാർജ് ചെയ്തിട്ട് നമുക്കിത് എന്തും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പിന്നെ ബാറ്ററി ചാർജ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ഇതിലെന്തൊക്കെ ഫീച്ചേഴ്സ് തന്നിട്ടുള്ളതെന്നൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കാം. പിന്നെ അതിൻ്റെ ബോക്സിൽ അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ചെക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ബാറ്ററി ചാർജ് കുറവാണ്.
ഹൈപ്പർ സ്മൂത്ത് 2.0 എന്നുള്ള കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ്. അതായത് ഹൈപ്പർ സ്മൂത്ത് സ്റ്റെബിലൈസേഷനുള്ള ഒരു സ്പെഷ്യൽ ഫീച്ചേഴ്സാണ് ഇപ്പോൾ ഈ ഗോപ്രോ 8 കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു സ്പെഷ്യലാണ്. ഇനിയിപ്പോൾ ഗോപ്രോ ഹീറോ 9 വന്നിട്ടുണ്ട്. അതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് ഇവിടെ ഒന്നും എത്തിയിട്ടില്ലത്. നമുക്കിത് മതി ധാരാളം. പക്ഷേ വെരി വെരി ഹാപ്പി. കാരണം നമ്മൾ സ്വപ്നത്തിൽ പോലും വാങ്ങാൻ പറ്റുമെന്ന് വിചാരിക്കാത്തൊരു സാധനം അവർ നമ്മൾ എത്തിച്ചു തന്നിരിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അവർ രണ്ടുപേരും ദുബായിലാണുള്ളത്, സലീം, മുനീർ. അവർ നാട്ടിൽ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ നേരിട്ട് നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ കുറേ പേരുണ്ട് കേട്ടോ. ഇപ്പോൾ ക്യാമറ പിടിച്ചിരിക്കുന്ന ആളാണ് നമ്മളെ കൊണ്ട് ഈ ചാനൽ തുടങ്ങിപ്പിച്ചത്. നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതിനുള്ള ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ തന്നു നമ്മളെ അതിൽ ഒരു എൻകറേജ് ചെയ്തു. എന്നിട്ട് ഇപ്പോഴും നമ്മളെ കൂടെ തന്നെയാണ് കേട്ടോ, നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഇത് ഗോപ്രോൻ്റെ ബോക്സാണ്. ഇത് നമ്മൾ ഇത് എങ്ങോട്ടെങ്കിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുപോകാനുള്ള ഒരു ബോക്സാണ്. പിന്നെ ഇത് കൂടെ അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതൊരു ഹോൾഡറാണ്, നമ്മളെ ഗ്ലാസ് ഹോൾഡർ കേട്ടോ. വണ്ടീൻ്റെ ഗ്ലാസ്സിൽ നമ്മളിത് ഗോപ്രോ ഹോൾഡ് ചെയ്യണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. ഇത് ജസ്റ്റ് ഹോൾഡർ, നമ്മൾ ജസ്റ്റിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇവിടെ ജസ്റ്റിൽ ക്യാമറ ഹോൾഡ് ചെയ്യാനുള്ള ഒരു ബെൽറ്റാണിത്. അതിൻ്റെ സെൻറ്ററിൽ മൗണ്ട് ഉണ്ട്. ഇതിൽ നമുക്ക് ഗോപ്രോ ഹോൾഡ് ചെയ്ത് വെക്കാം. ഇതൊരു ചെറിയ ട്രൈപോഡാണ്. ഇതൊരു ട്രൈപോഡാണ്. ഇത് ചെറിയ ട്രൈപോഡാട്ടോ, മിനി ട്രൈപോഡാണ്. ഇങ്ങനെ വെക്കാം. പിന്നെ ഇത് കുറച്ച് ലെങ്ത് ആക്കാൻ തോന്നുന്നു. അങ്ങനെ ലെങ്ത് ആക്കാം. പിന്നെ നമുക്ക് വ്ളോഗ് ചെയ്യുമ്പോൾ വേണമെച്ചാൽ ഇവിടെ ഹോൾഡ് ചെയ്തിട്ട് ആ ക്ലിപ്പ് വെച്ച് ഇവിടെ ഹോൾഡ് ചെയ്തിട്ട് ഗോപ്രോയിൽ ഹോൾഡ് ചെയ്യുകയും ചെയ്യാം. ഇതിൻ്റെ കൂടെ പ്രൊവൈഡർ എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് മേടിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ. അപ്പോൾ എന്തായാലും പൊളി പരിപാടി. കാരണം ഇത് ഓൺലൈനിൽ നമ്മൾ മേടിക്കുമ്പോൾ ഉണ്ടല്ലോ റേറ്റ് വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട്, അല്ല റേറ്റ് വ്യത്യാസം ഉണ്ട്. ഓൺലൈനിൽ കുറവാണെന്നാണ് പറഞ്ഞത് ആമസോണിൽ. പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോണിൽ മേടിക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ബാറ്ററിൻ്റെ ബാക്കപ്പ് ഒക്കെ കുറവാണ്, ഭയങ്കര കുറവാണ് എന്നിട്ട് കുറേ റിവ്യൂസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഓൺലൈനിൽ മേടിക്കാതെ ഇത് ഷോപ്പിൽ ചെന്ന് അവരുടെ വിലപ്പെട്ട സമയമൊക്കെ നമുക്ക് വേണ്ടി ചിലവഴിച്ച് ഷോപ്പിൽ ചെന്ന് കയറി ഇറങ്ങി വില അന്വേഷിച്ച് ഫീച്ചേഴ്സൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് മേടിച്ചിട്ട് വന്നിട്ടുള്ളതാണിത്. ഇതൊരു സെൽഫി സ്റ്റിക്കും പിന്നെ ഒരു ട്രൈപോഡ് ഉണ്ട്, മിനി ട്രൈപോഡും ഉണ്ട്, ഒരു സെൽഫി സ്റ്റിക്കും ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ബോക്സ് വന്നിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഹെൽത്തി കൂൾ ആക്റ്റീവ്. ഇത് ക്ലോത്ത് ആണല്ലോ, കൂളിംഗ് ടവലാണ്. ഇത് തണുപ്പ്, ഇത് തുടയ്ക്കാനുള്ളതാണ് എന്താണെന്ന് അറിയില്ല, നോക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ, അതൊന്ന് കൊടുക്കാം. ഇത് മൊബൈൽ ഹോൾഡർ ആണല്ലോ, മൊബൈൽ സെൽഫി സ്റ്റിക്കിൻ്റെ കൂടെ. ഇതൊരു സെൽഫി സ്റ്റിക്കാണ്. നമുക്കിതിൽ കറക്റ്റായിട്ട് കണ്ടോ. ഇപ്പം നമുക്ക് ഇതായിട്ട് സ്ക്രൂ അഴിച്ചെടുത്ത് നമുക്ക് ഇതിൽ ഗോപ്രോ ഇതിൽ ഡയറക്റ്റായിട്ട് മൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ വ്ളോഗ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതൊരു മൊബൈൽ കാണിച്ചാൽ ഇത് ഈ മൗണ്ട് എടുത്ത് കളഞ്ഞിട്ട് ഇതിൽ തന്നെ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൊബൈലും യൂസ് ചെയ്യാൻ പറ്റും. ഇതതിനുള്ള ചെറിയൊരു ഹോൾഡറാണ്. ഒരു ഒരു മൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ ഇത് മറ്റൊരു ട്രൈപോഡാണ്. ഇതൊരു മിനി ട്രൈപോഡാണ്. ഇതിങ്ങനെ തിരിച്ച് നമുക്ക് ഇതിൻ്റെ അകത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും പൊസിഷനിൽ വെച്ചിട്ട് നമുക്കിത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ഇരിക്കും. പൊസിഷൻ കറക്റ്റ് ചെയ്യാം. ഇതൊരു ബാറ്ററി എക്സ്ട്രാ മേടിച്ചിട്ടുണ്ട്. ഇത് സെയിം ഇൻട്രൻസ് ടെമ്പർ ഹൈലോ. അപ്പോഴേ ഇവർ രണ്ടുപേര് ഗോപ്രോ കുറേ മുമ്പ് തന്നെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങോട്ട് നാട്ടിലേക്ക് കൊടുത്തയക്കാൻ പറ്റാണ്ട് പിന്നെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവർ മേടിച്ചതിന് ശേഷമാണ് ഈ ഗോപ്രോ 9 വന്നിട്ട് അവിടെ ഇപ്പോൾ ലോഞ്ച് ആയിട്ടുള്ളത്. അപ്പോൾ അവർ ഇത് തന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ വാങ്ങി വെച്ചതിൻ്റെ ശേഷമാണ് ഗോപ്രോ 9 വന്നത്. അപ്പോൾ വന്നിരുന്നെങ്കിൽ ഞങ്ങൾ അത് മേടിച്ചിരുന്നു എന്ന് അവർ പറഞ്ഞു. പക്ഷേ അത് കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അതിപ്പോൾ അങ്ങനെയാണല്ലോ, കമ്പനി ഓരോ സാധനങ്ങൾ ഇറങ്ങുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ കൊണ്ടുവന്നിട്ടാണ് ഓരോ സാധനങ്ങൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്നത്. അത് കുറച്ച് ഡിഫറെൻ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് വലിപ്പം കൂടുതലുണ്ടാവും, പിന്നെ കുറച്ച് ഫീച്ചേഴ്സിൻ്റെ ചെറിയ മാറ്റങ്ങളുണ്ടാവും. പക്ഷേ ഏതായാലും നമുക്കിത് വളരെ ഹാപ്പിയാണ്, വളരെ സന്തോഷമാണ്. ഗോപ്രോ 8 നമ്മളെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോസൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് എടുക്കാം. അപ്പോൾ ഇതായിട്ട് എങ്ങനെ എടുക്കുക എന്നുള്ളത് പഠിക്കണം ആദ്യം. അതൊക്കെ പഠിച്ചിട്ട് നമുക്ക് നല്ല വീഡിയോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ,
അപ്പോഴേ എൻ്റെ 2 കൂട്ടുകാർ മുനീർ ആൻഡ് സലീം ഇവർ 2 പേരാണ് എനിക്ക് ഈ പിന്നെ ഗോപ്രോ 8 സമ്മാനമായിട്ട് തന്നത്. അപ്പോൾ മുനീർ 2 പേരും അവിടെ തന്നെ ഉള്ളത്. അപ്പോൾ മുനീറിൻ്റെ ഫാമിലി അവിടെ തന്നെ ഉള്ളത്. അപ്പോൾ മുനീറിൻ്റെ മോള് അവിടെ ഉണ്ട് അവൻ്റെ കൂടെ. അപ്പോൾ മുനീറിൻ്റെ മോൾക്കൊരു ചാനലുണ്ട്, യൂട്യൂബ് ചാനലുണ്ട്, റീംസ് വണ്ടർലാൻഡ് എന്ന് പറഞ്ഞ ചാനലിൻ്റെ പേര്. കറക്റ്റ് ഇംഗ്ലീഷിലാണ് ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിച്ചുകൊണ്ടുള്ളൊരു ചാനലാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. കുട്ടികളുടെ ആക്ടിവിറ്റീസൊക്കെ ഇതായിട്ടുള്ളൊരു ചാനലാണ്. ആ ചാനലിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പറ്റുന്നവരൊക്കെ അതൊന്ന് കയറി കാണുക, ആ ചാനലൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ആക്ഷൻ ക്യാമറ കയ്യിലെത്തി. ഇനിയിപ്പോൾ നമ്മൾ പിന്നെ ആക്ഷൻ ക്യാമറ വെച്ചിട്ടുള്ള ഒരു ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടി ശ്രമം ചെയ്യണം. അപ്പോൾ ബൈക്ക് റൈഡ് നിർബന്ധമാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ബൈക്കൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് നമ്മൾ ചെറിയ റൈഡൊക്കെ നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞാൻ ബൈക്ക് വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പഴയൊരു യൂണിക്കോൺ 2012 മോഡൽ വണ്ടിയാണുള്ളത് കയ്യിൽ. അത് മതി. നമ്മൾ അത് ഒന്ന് കണ്ടീഷനാക്കാൻ വേണ്ടിയിട്ട് വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ട് നമുക്ക് ചെറിയ ട്രിപ്പൊക്കെ പോവാം. അപ്പോൾ നമുക്ക് പിന്നെ തുടർന്ന് ഗോപ്രോയിലുള്ള അടിപൊളി വീഡിയോസൊക്കെ നമുക്ക് കാണാം.